ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അതപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തെത്തി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കൽക്കി 2018-98 AD എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേശൻ അണിയിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ അമിതാഭ് ബച്ചനും ദിവ്യ പതിക്കോണും കമലഹാസനും കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ മലയാളത്തിൽ നിറസാന്നിധ്യമായിട്ട് അന്യാവന്, ശോഭന, അതോടൊപ്പം ദുൽഖർ സൽമാൻ തുടങ്ങിയവരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ആദ്യ ദിനം മുതൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം വീക്കെൻഡിൽ തന്നെ 500 കോടി മറികടന്ന് ചിത്രത്തിന്റെ തിങ്കളാഴ്ച ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 70 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 622 കോടിക്ക് മുകളിൽ ഇതിനോടൊപ്പം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 45 കോടിക്ക് മുകളിലാണ്. തെലുങ്ക് പതിപ്പിന് മാത്രം 15 കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തമിഴ് ഭാഷയിലും 2 കോടിക്ക് മുകളിൽ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹിന്ദിയിലും ചിത്രം വലിയൊരു തരംഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വർക്കിന്റെ ആയിട്ട് പോയി ഇന്നലെ മാത്രം ചിത്രം ഏകദേശം 20 കോടിക്ക് മുകളിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ മലയാളം പതിപ്പും 1 കോടിക്ക് മുകളിൽ ഇന്നലെയും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നും ചിത്രത്തിന്റെ കളക്ഷൻ തീർത്തും മോശമില്ലാത്ത രീതിയിലോട്ടാണ് വരുന്നത്. 50 കോടിക്ക് മുകളിലാണ് ഇന്നത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന് ഓൾമോസ്റ്റ് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, നോർത്ത് ഇന്ത്യ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ. ചിത്രം ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തും വലിയൊരു വിജയമായിട്ട് മാറുമോ, 1000 കോടി മറികടന്ന് 2000 കോടിയിലോട്ട് എത്തുമെന്നൊക്കെ. അപ്പൊ കൽക്കി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ കൽക്കി എന്ന് പറയുന്ന സിനിമ 1000 കോടി നേടുമോ അല്ലെങ്കിൽ 2000 കോടി നേടുമോ എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.